ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? അപ്പോൾ ഇന്ന് രാവിലത്തെ കുറച്ച് വിശേഷങ്ങളും ഉണ്ടാക്കിയ സാധനങ്ങളുടെ കുഞ്ഞു കുഞ്ഞു റെസിപ്പീസുമായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ രാവിലെ ഉപ്പുമാവായിരുന്നു. അത് അപ്പോൾ ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് എണ്ണ ഒഴിച്ച് അതിൽ കടുകിട്ട് പൊട്ടുമ്പോഴത്തേനും അതിലിതാ ഒരു സ്പൂൺ ഉഴുന്ന് പരിപ്പായിട്ട് കൊടുക്കുന്നത്. എന്നിട്ട് അതിലേക്ക് കുഞ്ഞായി അരിഞ്ഞ ഇഞ്ചിയും ഒരു വലിയ പച്ചമുളക് അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഒരു സവാള അരിഞ്ഞ് ചേർക്കുന്നുണ്ട്. എന്നിട്ട് അതൊന്ന് വഴണ്ടി വന്നപ്പോൾ അതിലേക്ക് ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, കളറിന് ഇച്ചിരി ഒരു കളർ കിട്ടാൻ വേണ്ടി. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ച് കൊടുത്ത്, അപ്പം ഞാൻ ഉപ്പ് ഉണ്ടാക്കുമ്പോൾ ഒരു ഇത്തിരി വെള്ളം തോനെ വെക്കും കേട്ടോ. അതിൽ ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് അതിലേക്ക് വറുത്ത റവയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത്തിരി വെള്ളം ഇച്ചിരി ഒരു ഉള്ള രീതിയിൽ ഉപ്പുമാവ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നെഞ്ചരിച്ചിൽ ഒഴിവാക്കാം. അപ്പോൾ അതാ ഇത്തിരി തേങ്ങയും ആവശ്യത്തിനുള്ള നെയ്യും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. പിന്നെ അതാ ഇത്തിരി വഴുതനങ്ങ വെള്ളത്തിലരിഞ്ഞിട്ടുണ്ട് കറ പോകാനായിട്ട്. അത് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോഴത്തേനും ഇതാ ഉള്ളി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു സവാള ഉള്ളിയാണ് അത് ഇട്ടെടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് മൂക്കട്ടെ. ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേനും അതിലേക്കൊരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ ഒരു സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ട് നല്ല കണക്കൊന്ന് മൂപ്പിച്ചെടുക്കുക. എന്നിട്ട് നമ്മളതിലേക്ക് കത്തിരിക്ക ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഉപ്പുമൊക്കെ ചേർത്തിട്ടൊന്ന് ഇളക്കി തീ കുറച്ച് വെച്ച് വെള്ളമൊന്നും ഒഴിക്കരുത്, അടച്ച് വെച്ചിട്ട് വേവിക്കുക. അതാ ഈ പരുവം നല്ലോണം വെന്ത് വരുമ്പോൾ അതിലേക്ക് ഇത്തിരി മസാലപ്പൊടിയും കറിവേപ്പിലയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഒരു വെറൈറ്റി ടേസ്റ്റിലുള്ളൊരു വഴുതനങ്ങ റോസ്റ്റ് റെഡിയാണ്. അപ്പോൾ അതാ മോന് സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടി അത് വഴുതനങ്ങ റോസ്റ്റും അതുപോലെ തന്നെ ഒരു ഫിഷ് ഫ്രൈയും വെക്കുന്നുണ്ട് കേട്ടോ. അവന് ഇത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുപോലെ തന്നെ പഴുത്ത മാങ്ങ അച്ചാർ ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ അമ്മ കൊടുത്തു വിട്ടുവെന്ന്, അവൻ്റെ ഫ്രണ്ട്സിനും കൂടെ ചേർത്തിട്ട് അച്ചാർ എടുത്തിട്ടുണ്ട്. ലഞ്ച് ബോക്സ് പാക്ക് ചെയ്യണം. 2 തട്ടുള്ള പാത്രമാണ്, അടിയിൽ ചോറും മേളിൽ കറികളും വെക്കുന്ന രീതിയിൽ കേട്ടോ. അപ്പോൾ ഒന്ന് ലീക്ക് ആവാതിരിക്കാൻ വേണ്ടി ടർക്കിയിട്ടൊന്ന് കെട്ടണം. അപ്പോൾ അത് കഴിഞ്ഞ് കുട്ടികൾ പോയി കഴിഞ്ഞപ്പോൾ ബാക്കിയുള്ള മീൻ ക്ലീൻ ചെയ്തെടുക്കുക. ഒരെണ്ണം അവന് വേണ്ടി മാത്രം ഒന്ന് വെട്ടിയെടുത്ത കേട്ടോ. ഇതിനെന്താ നിങ്ങളുടെ നാട്ടിലൊക്കെ പറയണത്? സിടിക്കാറിലെന്നാണ് ഇവിടെ പറയുക. അപ്പോൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി, അതുപോലെ ഒരു 1/4 സ്പൂൺ ഉലുവാപ്പൊടിയും കൂടെ, തക്കാളി, പച്ചമുളക്, സവാള എല്ലാം കൂടെ ചേർത്തൊന്ന് ഞെരടി എടുക്കുക കേട്ടോ. എന്നിട്ട് ഒരു ഇത്തിരി പുളി, ഒരു നെല്ലിക്ക വലിപ്പത്തിൽ പുളി പിഴിഞ്ഞെടുക്കുന്നുണ്ട്. ആ പുളിവെള്ളവും കൂടെ ചേർത്തിട്ട് ആ കൂട്ട് മീനിലേക്ക് ചേർത്ത് ഒന്ന് കലക്കി എടുക്കുന്നുണ്ട്. ഇതേ സെയിം റെസിപ്പി ഞാൻ ഇതിന് മുമ്പിട്ടൊന്ന് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഡീറ്റെയിൽഡായിട്ട് പറയുന്നുണ്ട്. ഇത് പിഴുപുളി ചേർക്കുന്നു, അത് കുടംപുളി ചേർക്കുന്ന വ്യത്യാസമേ ഉള്ളൂ. അത് ആ കറി ഒന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട്. നല്ല കണക്ക് പറ്റി വന്നു കഴിയുമ്പം അതിലേക്ക് നമ്മൾ പച്ച വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തെടുക്കുക. കറി റെഡിയാണ്. അപ്പോൾ മീൻ വറുത്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇത്തിരി കപ്പ അരിഞ്ഞെടുക്കുകയാണ്. ഇതൊന്ന് കുഴച്ചെടുക്കാൻ പോകാം കേട്ടോ. അപ്പോൾ കപ്പ അരിഞ്ഞെടുക്കുന്നുണ്ട്. അത് വെള്ളം ഒന്ന് ചൂടാകുമ്പം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് കപ്പ ഇട്ട് കൊടുത്തൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. കാന്താരി മുളകും വെളുത്തുള്ളിയും ജീരകവും തേങ്ങയും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ഒന്ന് ചതച്ച് എടുക്കുന്നുണ്ട് ഇടികല്ലിൽ. നല്ലപോലെ ഒന്ന് ചതച്ചെടുത്തിട്ട് എന്നിട്ട് അത് നമ്മൾ വെന്തൂറ്റിയ കപ്പയിലേക്ക് ഇട്ട് കൊടുത്ത് കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അടുപ്പിലൊന്ന് ഇച്ചിരി നേരം വെക്കുക, അരപ്പൊന്ന് വേവാൻ. എന്നിട്ട് നമുക്കതൊന്ന് കുഴച്ചെടുക്കാം. എന്നിട്ട് അതിൽ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇതാണ് രാവിലെ എൻ്റെ ഭക്ഷണം. ഇതായിരുന്നു. ഞാൻ ഉപ്പുമാവ് കഴിച്ചില്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ താങ്ക് യു.